ദശകലമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത് വാക്യമാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് യേശുക്രിസ്തുവിന്റെ ഒരു വിശേഷത നമ്മുടെ അടുക്ക വരുന്നതാണ്. മറ്റു പലരും ഇരിക്കുന്നിടത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലുക, അവർ വരികയല്ല. കാരണം ഇവനില്ല, നമ്മൾ അവരെ തേടി. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത നാം ഇരിക്കുന്ന അടുത്തേക്ക് വരുന്നവൻ. ഇന്ന് രാത്രി ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത് വാക്യമാണല്ലോ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിച്ചത്. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തി പുസ്തകം ആദ്യ പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. 66 പുസ്തകം അടങ്ങിയ ശ്രേഷ്ഠതയുള്ള പുസ്തകമാണ് സത്യവേദ പുസ്തകം. അതെ, വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ സർവജ്ഞനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന മാർമിക വിഷയങ്ങളും സംഭവ കാര്യങ്ങളെല്ലാം തക്ക സമയമായപ്പോൾ ദൈവം ആ മറ നീക്കി വെളിപ്പെടുത്തി കൊടുത്ത പുസ്തകം. അതാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിവില്ലാത്ത ചില ആൾക്കാരെ വെളിപാട് പുസ്തകം എന്ന് പറയും. വെളിവില്ല. അപ്പൊ ഇത് വെളിപാട് പുസ്തകമല്ല, വെളിപ്പാട്. 1-ാം അധ്യായം 1-ാം വാക്യം. വെളിപ്പാട്. മതി മൊത്തം ഞാൻ പറയുന്ന മാത്രം. അപ്പൊ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. അപ്പൊ ഇത് വെളിപാട് പുസ്തകമല്ല, വെളിപ്പാട് പുസ്തകമാണ്. മറ നീക്കി വെളിപ്പെടുത്തി കൊടുത്തതാണ്. നമുക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 22 അധ്യായങ്ങളാണ്. ഓരോ അധ്യായവും തരംതിരിച്ച് സാധാരണ പഠിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ് വെളിപ്പാട് പുസ്തകം വായിക്കുന്നുണ്ട്. പണ്ടൊക്കെ പലരും വായിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഇത് വായിച്ച് ഗ്രഹിക്കാത്ത ഒരു കാര്യം തന്നിട്ടില്ലല്ലോ. അപ്പോൾ വെളിപ്പാട് പുസ്തകം 22 അധ്യായം പഠിക്കുമ്പോൾ ഓരോ അധ്യായത്തിനും ഓരോ സബ്ജക്റ്റ് തരംതിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്. 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ. 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം. 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്നതായിട്ട് കാണും. 7-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ 12 ഗോത്രങ്ങളിൽ 12,000 പേർക്ക് വേണ്ടി 12,000 പേര് വെച്ച് മുദ്ര കിട്ടുന്നു. മുദ്രിതന്മാരായ 144,000 പേര്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം പഠിക്കുമ്പോൾ 7-ാം മുദ്ര പൊട്ടിക്കുകയും 4 കാഹളങ്ങളും വേണ്ടുന്നു. വെളിപ്പാട് 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അഴിച്ചുവിടും. വെളിപ്പാട് 10-ാം അധ്യായത്തിൽ ചെറു പുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നതായിട്ട് നാം പഠിക്കുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. വെളിപ്പാട് 12 സൂര്യധാരണിയായ സ്ത്രീയെ കാണും. വെളിപ്പാട് 16-ാം അധ്യായം പഠിക്കുമ്പോൾ 7 ക്രോധകലശങ്ങൾ ഭൂമിയിൽ കൊണ്ടൊഴിക്കുന്നു. വെളിപ്പാട് 17-ാം അധ്യായം മർമ്മം മഗതിയ ബാബിലോൺ, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. വെളിപ്പാട് 18-ാം അധ്യായം നാം പഠിക്കുമ്പോൾ വാണിജ്യ ബാബിലോണിന്റെ അധപ്പതനം 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകും. വെളിപ്പാട് 19-ാം അധ്യായം പഠിക്കുമ്പോൾ കുഞ്ഞാട്ടിന്റെ കല്യാണം, ദൈവകുഞ്ഞുങ്ങളുടെ പ്രത്യാശിച്ച നാം സന്തോഷിച്ച് ഉല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. വെളിപ്പാട് 19 കുഞ്ഞാട്ടിന്റെ കല്യാണം. വെളിപ്പാട് 20-ാം അധ്യായം പ്രത്യാശിച്ചൊതുങ്ങുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് 1000 ആണ്ട് വാഴ്ച. വെളിപ്പാട് 21, 22 അധ്യായം ചേർത്തിട്ട് പഠിച്ചാൽ ഒറ്റ വാക്യം പറഞ്ഞാൽ നിത്യത. ഇങ്ങനെയായി വെളിപ്പാട് പുസ്തകം പര്യവസാനിക്കുന്നു. നമ്മൾ ഇന്ന് രാത്രി 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണ് വായിച്ചത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. 1-ാം അധ്യായം 2-ാം അധ്യായം ചിന്തിച്ചേച്ച് 3-ാം അധ്യായം 20-ാം വാക്യത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ
തിരസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ദർശിക്കുന്നു. ആ ഭാഗം പഠിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി അവിടെ ഒറ്റയ്ക്കായിരിക്കും. കർത്ത ദിവസത്തിൽ താൻ ആത്മവിവശനായി എന്ന് നാം തിരുവചനത്തിൽ പഠിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തമാണ് പത്മോസിലായത്. 9-10 വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവത്തിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം ക്രിസ്തുയേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. യോഹന്നാനെ പത്മോസ് ദ്വീപിലായിരുന്നു. യോഹന്നാന്റെ ഒരു ചരിത്രം പറഞ്ഞത് ഈ പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തിയെന്നാണ് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അത് ശരിയായതാൽ അവിടെ കൊണ്ടുവന്നാകിയെന്നല്ല. ഒരു ചരിത്രം പറയുന്നത് ഈ യോഹന്നാൻ അപ്പോസ്തലനെ തിളച്ച എണ്ണയ്ക്കകത്തിട്ടു. ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ ചെപ്പിനകത്ത് എണ്ണ കാച്ചി തിളപ്പിച്ച് ദൈവത്തിന്റെ ദാസനാകുന്ന യോഹന്നാനെ ഈ തിളച്ച എണ്ണയ്ക്കകത്തിട്ടത്. അന്നത്തെ അധികാരികൾ ചിന്തിച്ചത് ഈ ഉപ്പേരി വറുത്ത് ഒരുപോലെ പോരാൻ. അപ്പൊ തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇട്ട് വേറൊരു പാത്രം കൊണ്ട് മൂടി എണ്ണ വെട്ടി തിളക്കി അതിനകത്ത് ഭക്തനെ വന്ധ്യനായ വയോധികനായ ഈ ദൈവവൃത്തനെ ഇട്ടു. അല്പസമയം കഴിഞ്ഞ് ഇവര് ഇത് മൂടി മാറ്റി പുറത്തെടുത്തപ്പോൾ എന്റെ ഭാഷ പറഞ്ഞ പുള്ളി ഇട്ടതിലും മൂച്ചോടെ വെളിയിലോട്ട് ചാടി. ഒരു കുഴപ്പം വന്നില്ലെന്നുള്ളതാണ്. കാരണം തിളച്ച എണ്ണയും ഈ തീയുമൊക്കെ കാണിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അടർത്തി മാറ്റാനാണ് ഇവര് വിചാരിച്ചത്. യോഹന്നാനെ തിളച്ച എണ്ണയും തീയും വിഷയമല്ല. കാരണം തന്റെ ഉള്ളിലും തന്റെ ഉള്ളിൽ നിൽക്കുന്ന ധൈര്യവും പ്രത്യാശയും തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരുവനുണ്ട്. താൻ സേവിക്കുന്ന ആരാധിക്കുന്ന താൻ വണങ്ങുന്ന താൻ നമസ്കരിക്കുന്ന തന്നെ രക്ഷിച്ച് തന്നെ വീണ്ടെടുത്ത് വിടുവിച്ച യേശു ക്രിസ്തു തീയുടെ ബലത്തെ കെടുത്തുന്നവന്. നമുക്കറിയാമല്ലോ, തിരുവചനം പഠിക്കുമ്പോൾ അവര് 3 പേരെ ഇട്ടു. അവിടെ പറഞ്ഞു നമ്മൾ 3 പേരെ ഇട്ടതെന്നെങ്കിൽ 4-ാമത് അവന്റെ രൂപം ദൈവദൂതന്റെ സ്തോത്രം. അപ്പോൾ തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് രാത്രി. അവിടെ യോഹന്നാന് ഇത് പേടിയല്ല, ഭയപ്പെട്ടില്ല. ഈ തിളച്ച് എണ്ണയ്ക്കകത്തിട്ടു. താനെ ശക്തിയോടെ പുറത്തു വന്നു. ഞാൻ എപ്പോഴും പറയും, ഈ യോഹന്നാൻ ഏറെ നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാ എന്റെ ചിന്തയാ, ഇച്ചിരി കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാം. കാച്ചെണ്ണ തേച്ച് കുളിക്കണമെന്ന് ആഗ്രഹം വരാൻ കാര്യം പ്രായമാകുമ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുക പതിവാണ്. ഇച്ചിരി കുഴമ്പ് കിട്ടിയാൽ കൊള്ളാം. പ്രായമുള്ളവർക്ക് കാച്ചെണ്ണ കിട്ടിയാൽ കൊള്ളാം. വായിക്ക് രുചിയായി ഇച്ചിരി ഭക്ഷണം. പ്രായമുള്ളവർക്ക് അങ്ങനെയുള്ള ആഗ്രഹം അങ്ങനെ വരാവുള്ളൂ. ചിലർക്ക് പ്രായമാകുമ്പം വേറെ ഓരോ ആഗ്രഹങ്ങളാണ്. നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ്. പിള്ളേരെ നടത്ത് കണ്ടാൽ കൊള്ളാം, സംരക്ഷണത്തിന് ആള്, ഇതൊക്കെയാണ് പ്രായമുള്ളവർക്ക്. പിന്നെ മുടുത്ത അക്ഷരമുള്ളൊരു വേദപുസ്തകം കിട്ടിയാൽ കൊള്ളാം. കുമ്പനാട്ടിൽ നിന്നൊരു പാട്ട് പുസ്തകം, അങ്ങനെയൊക്കെയാണോ പ്രായമാകുമ്പോൾ ആഗ്രഹം. ഇപ്പൊ പ്രായവരെ കണ്ടാൽ അറിയത്തുമില്ലല്ലോ, വെളുത്തതെല്ലാം കറുപ്പിച്ചു നടക്കുക. അപ്പൊ യോഹന്നാന്റെ അതിയായ ആഗ്രഹം ഇച്ചിരി കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിൽ കാച്ചെണ്ണ മേടിക്കാൻ ഒക്കുന്നില്ല. കാരണം എന്റെ ഭാഷ പറഞ്ഞാൽ കാച്ചെണ്ണ മേടിക്കാൻ കാശില്ല. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ കയ്യിൽ അങ്ങനെ ഭൗതികമായി വലിയ മെച്ചവും മേന്മയൊന്നുമില്ല. എല്ലാവരും ദാരിദ്ര്യത്തിൽ കൂടെ പോകുന്നവരാണ്. സ്തോത്രം. തെളിവിന്റെ ഒരു വാക്യം വായിച്ചേ. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് ഭൗതികമായിട്ട് വല്ല മെച്ചമുണ്ടോ ഇല്ലയോ നമുക്ക് വചനത്തിൽ കൂടെ തെളിയിച്ചിട്ട് വരാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, ഞങ്ങൾ ക്രിസ്തുവിന്റെ വിവേകികൾ, നിങ്ങൾ ക്രിസ്തുവിന്റെ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ. ഞങ്ങൾ നിങ്ങളൊക്കെ സൂക്ഷിച്ചു കാണേ. ഒന്നുകൂടെ വായിച്ച 10 മുതൽ. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനരത്രേ. അടുത്തത് ഈ നാഴിക വരെ എന്ന് പറഞ്ഞ ലേഖനം എടുക്കുന്ന സമയം വരെ എന്ന് ഒരർത്ഥം. ഈ നാഴിക വരെ, ഈ സമയം വരെ, ഈ നാഴിക വരെ ഞങ്ങൾ ബഹുവചനമാണ് എന്ന് പറഞ്ഞാൽ എഴുതുന്ന പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാര് മനുഷ്യസാരം. അതാ ഞങ്ങൾ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം
സ്ഥിരവാസം കൂടാതെ. സ്ഥിരവാസം കൂടാതെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടും വസ്തുവൊന്നും ഇല്ലെന്നാണ് ഒരർത്ഥം. അത് ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് ഭൗതികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല. സ്തോത്രം. തന്നെയല്ല, ഇവരെ സേവിക്കുന്ന ആരാധിക്കുന്ന യേശു ക്രിസ്തുവിനും ഭൗതികമായിട്ട് വലിയ മെച്ചമില്ലല്ലോ. പരമസമ്പന്നനീ ധരണിയിലേറ്റം പരമസമ്പന്നനീ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സമനത പരമസമ്പന്നനീ ധരണിയിലേറ്റം ദരിദ്രനായി നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവ കരുണയിന്ദനമാല്യം നവാൽ വർണ്യമോ. ദൈവ കരുണയിൻ അവ കീർത്തിശീലയിൽ പുതിയപ്പെട്ടവനായി ദരിദ്ര രൂപമെടുത്ത് മനുഷ്യവേഷമെടുത്ത് ദരിദ്രനായിട്ടാണ് ക്രിസ്തു അവതരിച്ചത്. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഭൗതികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല. കയറിക്കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വണ്ടിയില്ല, കര കൊടുക്കാൻ കാശില്ല, യോഗ നടത്താൻ സ്ഥലമില്ല, നല്ല പുൽപ്പിറ്റില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി പാപം പഠിക്കാൻ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു. പക്ഷേ കഥാവ് പോയിടത്തെല്ലാം ആള് കൂടുമെന്നുള്ളതാണ്. ഭയങ്കര ആള് കൂടുക. കാരണം വരുന്നവർക്കെല്ലാം സൗഖ്യവും വിടുതലും രോഗശാന്തി. 10 പേര് വന്നാൽ 10 പേരും സൗഖ്യമായിട്ടാണ്. ഇന്നത്തെ രോഗശാന്തി വരെ പ്രാർത്ഥന്മാരുടെ കയ്യിൽ 10 പേര് എന്നാൽ ഒരാളായിരിക്കും സൗഖ്യമാകുന്നത്. പിന്നെ സൗഖ്യമായ ഒരാളെ വെച്ചാൽ ഇമാർ ബാക്കി പരിപാടിയെല്ലാം കൂടെ ജീവിതം കൊടുത്തുകൊണ്ടിരിക്കും. അവരും പ്രത്യക്ഷപ്പെടും, ആ തള്ളയും വന്ന് പ്രത്യക്ഷപ്പെടും. അവർ ഓടും, ഇവനും ഓടും. പിന്നെ സ്റ്റേജിൽ കിടന്ന കിട്ടില്ല പിടിക്കുക. തള്ള അങ്ങോട്ട് ഓടിച്ച് തള്ള ഇങ്ങോട്ട് ഓടി, ഇവൻ അങ്ങോട്ട് ഓടി, മറ്റവൻ ഇങ്ങോട്ട് ഓടി. 9 കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരാൾ സൗഖ്യമാകും, അത് വെച്ച് പിന്നെ കാസത്തിറക്കി ഭയങ്കര മേളം നടക്കില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വിശേഷത, എത്ര പേര് വരുന്നോ അവർക്കെല്ലാം വിടുതൽ. തന്റെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. ഇന്ന് രാത്രിയും വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ, ആർത്തിയോടെ, പ്രാർത്ഥനയോടെ കടന്നു വന്ന ദൈവ കുഞ്ഞുങ്ങളെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് തിരുമരുതേ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അടുക്ക വന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും നിരാശയോടെ പോയിട്ടില്ല. ഇന്ന് രാത്രിയും സൗഖ്യമാക്കുവാൻ കഴിവുള്ള ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. രോഗപീഠകൾ വരുന്നവരെ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കും. മനോവേദനയോടെ വന്നവർക്ക് ഇന്ന് രാത്രി മനസ്സിന് ആശ്വാസം നൽകും. നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന രാത്രിയാ ഈ രാത്രി. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർന്ന രാത്രിയാ ഇന്ന് രാത്രി. വേദനയോടെ, ഭാരത്തോടെ, ഞരക്കത്തോടെ, ഞെരുക്കത്തോടെ വന്ന് അവൻ ദൈവ കുഞ്ഞുങ്ങളെ വെറുതെ അയക്കത്തില്ല. ആവശ്യം പറഞ്ഞാൽ അത്ഭുതം ചെയ്യും. അപ്പൊ യേശുവിന്റെ അടുക്ക വന്ന ആരും നിരാശയോടും ഞാനെപ്പോഴും പറയും, നന്ദി കെട്ടവർക്കൂടെ നന്മ ചെയ്തവനാ ക്രിസ്തു. നമ്മൾ പാടുകല്ലേ, നന്ദി കെട്ട ഈ നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ നന്ദി കെട്ട ഈ ഉറക്കെ പാട്. ഏതായാലും വന്നത് ഗുണമായി. ഞാൻ കുഴഞ്ഞ ആളുകളിച്ചുള്ള ഇരിപ്പൊക്കെ കണ്ട എല്ലാം അറിയാന്നുള്ള ഉപദേശമാർക്ക് പോലും ഇപ്പൊ പാട്ടറിയാൻ പറ്റും. അവർക്ക് ഇതിന് നേരമില്ലല്ലോ. റെയിൽ എസ്റ്റേറ്റ്, ബ്രോക്കർ പണി, വണ്ടി കച്ചവടം, ഇതെല്ലാം പരിപാടികൾ കിടക്കും. വെറുതെ ഇരിക്കുമ്പം മൊബൈലിൽ മാറ്റി തോണ്ടതിന് ഊപ്പാട് വരാതെ 10 പാട്ട് പഠിക്കുക, മാറ്റി പഠിക്കുകയൊക്കെ ചെയ്യണം. എന്നാ കാരണം നാളെ ആള് കുറഞ്ഞാലും തിരക്കടിൽ നിന്ന് കേട്ടോണ്ടാവില്ല പോകുന്നു. ഇതിന്റെ സമയമൊന്നും നഷ്ടപ്പെടുത്തി കളയരുതെന്നായി. അത്യാവശ്യ കാര്യങ്ങൾ, വീട്ടുകാര്യം, ജോലികാര്യം ചെയ്യുക. അതിനുള്ള ശേഷമുള്ള സമയം വേദോസ്തം വായിക്കുകയും തിരുവചനം ധ്യാനിക്കുകയും പാട്ടുമൊക്കെ ഉണ്ട്. അറിയാൻ മേലാത്ത പാട്ട് എൻ്റെ ഫോൺ നമ്പർ തരാം, വിളിച്ചു ചോദിച്ചാൽ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. സമയം നാളെ പിന്നെ സമയം കിട്ടത്തില്ല. ഇത്
സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്. ദൈവം തരുന്ന അവസരമെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അവസാനം മെഡിക്കൽ കോളേജിന്റെ 8ാം നില കിടക്കും, ആമ്പലിന്റെ വള്ളി പോലെ നോക്കിക്കുന്നില്ല. അതിനെ പറയാം പൂർണ്ണമായിട്ട് പിടിപ്പിക്കേണ്ട ഫുൾ ടൈം. നീ വന്നിട്ടും വലിയ കാര്യമില്ല, ആരോഗ്യം ബലം ഉള്ളപ്പോൾ തോന്നിയാതെ നടന്നേച്ച് അങ്ങനെ കിടക്ക് തെറ്റിയപ്പോൾ വരിക ഫുൾ ടൈം. അതിന് നല്ല രക്തത്തിന് തിളപ്പുള്ളപ്പോഴാണ് യേശുവിനെ ആരാധിക്കണം. രക്തത്തിന് എനിക്ക് യൗവനക്കാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നല്ല രക്തത്തിന് ചൂടുള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. നിന്റെ ആ ബാല്യത്തിലെ നുകച്ചുവെക്കുന്നത് പുരുഷന് നല്ലതാണ്. പ്രായമുള്ളവന് വരരുതെന്നല്ല വിഷയം, അവര് പ്രായത്തിന് അറിഞ്ഞല്ലോ നന്ദി. പക്ഷെ യൗവനത്തിലെ ദൈവത്തെ ആരാധിച്ചോണം. നല്ല ചൂട് ചുടയുള്ളപ്പോൾ യേശുവിനെ ആരാധിക്കണം. രക്തത്തിന് തിളപ്പുള്ളപ്പോഴാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എന്ന് പറയുന്നതേ ഉള്ളു. നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു യേശു. അപ്പൊ അതിന്റെ വരി നന്ദി കെട്ട ഈ നരക അഗ്നിയിൽ നിന്നും നേടാൻ നന്ദി കെട്ടായി നേടാൻ മന്നവാതിരുപൊൻകുരുതിനി ചിന്തി നിന്നല്ലോ. മന്നവാതിരു മരിച്ചവർഗമൃതായി നിന്റെ ജത്തെ നുറുക്കിയോ ജീവനാഥ. മരിച്ചവർഗമൃതായി നിന്റെ ജത്തെ അടിച്ചെടുത്ത് ഞരങ്ങുന്ന ആരാ? എന്നാലും ആട്ടി രാത്രി ഇത്രയിൽ ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. ഞാൻ അത്രയും പ്രതീക്ഷിച്ചതല്ല. സ്തോത്രം. ഈ ആൾക്കാർ ഇതിനൊന്നും വലിയ താല്പര്യം കൊടുക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം. ലളിതമായ നരകമുണ്ട്, സ്വർഗമുണ്ട്. നരകത്തിൽ ചാകാത്ത പൂവും കകാത്ത തീയുമുണ്ട്. സ്വർഗത്തിൽ സന്തോഷമാണ്. സ്വർഗത്തിൽ പോകണം. ഇന്ന് രാത്രി യോഗത്തിൽ വന്നിരിക്കുന്നത് എന്റെ ആഗ്രഹമായി പറഞ്ഞത്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും സ്വർഗത്തിൽ വരണം. സ്തോത്രം. ഈ യോഗം ഒത്തിരി യോഗം കൂടി നരകത്തിൽ പോകുന്നില്ല. നല്ലത് ഒരു യോഗം കൂടി ഞങ്ങൾ സ്വർഗത്തിൽ വരുന്നതാണ്. വെക്കുന്ന യോഗത്തിന് മുഴുവനും പോയി മുന്നിരിക്കുക. അവസാനം നരകത്തിലാണ് പോകുന്നുണ്ടല്ലോ. യോഗത്തിനെല്ലാം കൂടി പാട്ട് പാടി പ്രാർത്ഥിച്ച് നരകത്തിൽ പോകുന്നില്ല. നല്ലത് സ്തോത്രം. 10 യോഗത്തിനേ കൂടിയുള്ളൂ. ആ യോഗം കണ്ടെങ്കിൽ എല്ലാവരും ഉപദേശിച്ചു. ഇതിന് കാശപ്പടക്കൊന്നുമില്ല, കരം കെട്ടുകൊന്നും വേണ്ട. ഹൃദയം കർത്താവിനെ കൊടുത്താൽ മതി. അതുകൊണ്ട് ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തരുതെന്നായി പറഞ്ഞതിന്റെ സാരം ആട്ടെ. അപ്പൊ യേശുക്രിസ്തുവിന്റെ അടുക്ക വന്നവർക്കെല്ലാം കർത്താവ് സൗഖ്യം കൊടുത്തു. അപ്പൊ തലചായ്ക്കാൻ ഇടമില്ല, കയറി കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വണ്ടിയില്ല, കരം കൊടുക്കാൻ കാശില്ല. ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വിശന്നായി കർത്താവും ശിഷ്യന്മാരും പോകുന്നു. മിക്കപ്പുറം ആരൊക്കെ ക്ഷണിക്കുകയാണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കും. ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഭയങ്കര വിശന്ന് നാടൻ ഭാഷ പറഞ്ഞാൽ പ്രാണം തല്ലിയായി പോകുന്നു. ശുശ്രൂഷ ഭയങ്കരമാണ്. നമുക്കിപ്പോൾ ശുശ്രൂഷ ഭയങ്കരമല്ലെങ്കിൽ ശാപ്പാടിന് കുഴപ്പം. ശുശ്രൂഷ ഒന്നുമില്ലെങ്കിലും 5 സ്റ്റാറിലൊക്കെയാണ് താമസിക്കുന്നത്. ശാപ്പാടിനും കുഴപ്പമില്ല. കണ്ടല്ല ശാപ്പാട് ചെയ്യാൻ ശുശ്രൂഷ വരുന്നവർക്കെല്ലാം സൗഖ്യം. ഒരിക്കൽ യേശു വിശന്ന് പ്രാണം തന്നെ അത്തിയെ നോക്കി. കനിവെല്ലാം കിട്ടുമെന്ന് ഒന്നും കണ്ടില്ല. ശിഷ്യന്മാരിങ്ങനെ ശുശ്രൂഷ കഴിഞ്ഞ് പ്രാണം തല്ലി വന്ന് വിശന്നിട്ട് ആരുടെയോ വയലിറങ്ങി കതിര് പറിച്ചു തിന്നു. ഇങ്ങനെയൊക്കെ ഇവരെ ഒത്തിരി വളരെ ഞെരുക്കത്തിൽ കൂടെ പോകുന്നു. അപ്പൊ യേശുക്രിസ്തുവിനും തന്നെ സേവിക്കുന്ന ഈ അപ്പോസ്തലന്മാർക്കും ആദിമ കാലയളവിൽ ഭൗതികമായി വലിയ മെച്ചമൊന്നും ഇല്ല. ഇപ്പോഴത്തെ അപ്പോസ്തലന്മാരെ എല്ലാം പിടിച്ചു നിർത്തിയ ഇട്ടിരിക്കുന്ന തുണിയും ധരിച്ചിരിക്കുന്നതെല്ലാം ഗ്ലോറി എടുത്താൽ തന്നെ 8 ലക്ഷം രൂപയുടെ 8 ലക്ഷമല്ല. ഫോട്ടോയിലൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം ഇട്ടോണ്ടായി വരുന്നത്. അതെല്ലാം കൂടെ പണയം വെച്ചാൽ തന്നെ ഒരു 5 കോടിക്ക് ആരോട് പറയാം. അന്നത്തെ അപ്പോസ്തലന്മാർക്ക് ഭൗതികമായി വലിയ മെച്ചമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ നാഴിക വരെ ഞങ്ങൾ വിശന്ന് പാട്ട് പഠിക്കുകയായിരുന്നു. അത് മുടക്കോ നമ്മൾ പിന്നെ ഞാൻ പയറ്റ് നമുക്ക് ഇരുന്ന് പാടാം. നമ്മളിരുന്ന് പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? അപ്പോൾ യേശുക്രിസ്തുവിനെ തലചായ്ക്കാൻ ഇടമില്ല, കയറി കിടക്കാൻ ഇടമില്ല. എന്റെ തെളിവ് പകല് മുഴുവൻ കർത്താവ് ശുശ്രൂഷിക്കും. വരുന്നവർക്കെല്ലാം വിടുതലാണ്. ജനം തിന്ന് തൃപ്തി
പോകുന്നു, സൗഖ്യം പ്രാപിക്കുന്നു, മുടന്തര് നടക്കുന്നു, ചെകിടര് കേൾക്കുന്നു, ഊമര് സംസാരിക്കുന്നു, അവന് കുഷ്ഠരോഗി ശുദ്ധമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഭയങ്കര അത്ഭുത ശുശ്രൂഷ. ഇതെല്ലാം പ്രാപിച്ച് വിടുതലും സന്തോഷവും സമാധാനവും ആശ്വാസം പ്രാപിച്ച് ജനമെല്ലാം താങ്കളുടെ വീട്ടിലേക്ക് രാത്രി പോകും. നമ്മളിങ്ങനെ വായിക്കുന്നത് യേശു മലയിലേക്ക് പോകും. രാത്രി മുഴുവൻ ക്രിസ്തു വരുന്ന പ്രാർത്ഥിക്കും. സ്തോത്രം. നല്ല മാതൃക കാണിച്ചാൽ മതി. രാത്രി മുഴുവൻ പ്രാർത്ഥന. അപ്പൊ ശിഷ്യന്മാർക്ക് ഇടയ്ക്ക് ഒരു ഡൗട്ട്, ഈ പുള്ളി ഉണ്ടായിട്ടും ഇല്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണോ? ശിഷ്യന്മാരെ തമ്മിൽ സംസാരിച്ചു. ഉണ്ടോ? ഒരുതം പറഞ്ഞ് ഇല്ലാത്തതുപോലൊക്കെ നിൽക്കുന്നതായിരിക്കും. കാണും. കർത്താവ് കാണും. ഹൃദയങ്ങളെ അറിയുന്നവനല്ലേ ദൈവം. പിറ്റേ യോഗത്തിന് കർത്താവ് അതെല്ലാം മനസ്സിൽ കണക്കൂട്ടി വെച്ച് ഒരു പ്രസംഗം പ്രസംഗിച്ചു. ഇതാ കുറുതലുകൾക്ക് കുഴിയുണ്ട്, പറവജാതിക്ക് അപ്പം ക്ലിയർ ആയില്ലെന്നുള്ളത്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആൾക്കാർ പിരിഞ്ഞു പോകാൻ തുടങ്ങി. കയ്യിൽ ഒന്നുമില്ല, പറഞ്ഞ് ഉപദേശം കാണിനു. അപ്പൊ ഈ ആൾക്കാരെല്ലാം പിരിഞ്ഞു. അപ്പം പഴയതുപോലെ ആള് വരാഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരുടെ വെച്ചപ്പോൾ പീറ്ററെ പഴയതുപോലെ ഇപ്പം ആളൊന്നും വരുന്നില്ലല്ലോ. പീറ്റർ പറഞ്ഞു, പ്രസംഗത്തിന്റെ മെത്തേഡ് മാറ്റുകയാണെങ്കിൽ ആള് വരുമെന്ന് പറഞ്ഞു. അതെങ്ങനെ? അങ്ങനെ ആള് വരും, അതിനൊക്കെ രീതികളുണ്ട്. അവൻ ചോദിച്ചു, ഇന്നലെ എന്നാ പ്രസംഗിച്ച്? കർത്താവ് പറഞ്ഞു, ഇന്നലെ പ്രസംഗിച്ച ഗിരിപ്രഭാഷണം. അല്ല, കർത്താവ് ചോദിച്ചു, ആള് വരാത്ത എന്നാ പ്രസംഗത്തിന്റെ രീതി മാറ്റണം. പ്രസംഗിച്ച ആള് വരികയല്ല. എങ്ങനെ? ഇന്നലെ ഒരാൾ വന്ന് ചോദിച്ചല്ലോ, ഈ കണ്ണത്തടി അടിച്ചു എന്തോ ഉണ്ട്. അപ്പം നീ പറഞ്ഞ മറ്റേ കണ്ണോടെ ആള് വരികയല്ല. അവൻ പ്രാർത്ഥിച്ച് തിരിച്ചടിക്കാൻ വന്നതാണ്. അവൻ പ്രാർത്ഥിച്ച് നിന്റെ ഇടയ്ക്ക് വന്നത് പ്രാർത്ഥിച്ച് ആയത്തിച്ചെന്ന് അടിക്കാൻ വന്നതാ. അപ്പൊ നീ പറയാ ആള് കൂടുതലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരാൾ പറഞ്ഞല്ലോ, സഹോദരൻ ഉടുപ്പ് ചോദിച്ചു. അപ്പൊ എന്നാ പറഞ്ഞത്? പുതപ്പൂടെ ആള് പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാ യേശുവിന്റെ ഉപദേശം. ശത്രുവിനെ വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കണം. സ്നേഹിക്കുന്ന ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ അവന്റെ കൂടെ ഇതൊക്കെയാ യേശുവിന്റെ ഉപദേശം. ലളിതമാണ്, ഒരാഴമാണ്. അന്നേരം ആൾക്കാരെല്ലാം പിരിഞ്ഞു പോകുവാൻ. അപ്പൊ കർത്താവ് ചോദിച്ചത്, നമ്മൾ ഇന്നാണ് 70 പേർക്ക് കോർഡിനേഷൻ കൊടുത്തല്ലോ, ഒരു വേറെ സഹോദരൻ എന്ന് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, പിന്നെ നിങ്ങൾ 12 പേര് പോകാതെ ഈ പമ്മി നിൽക്കുന്ന എന്തുവാ? അവൻ ചടലതയോടെ മറുപടി പറയുന്ന പീറ്റർ ഉടനെ തൊടുകൈക്ക് കൊടുത്ത മറുപടി, ഞങ്ങൾ പോകാത്തതിനാണോ? അത് നമുക്ക് നിത്യജീവന്റെ മൊഴി നിന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അപ്പം തിന്നാൻ വന്നവരും അത്ഭുതം കണ്ട് വന്നത് അതൊക്കെ അപ്പോ ആവശ്യമാണ്, അത്ഭുതം ആവശ്യം, അതൊക്കെ നല്ലതാ. പക്ഷെ ഞങ്ങളുടെ മെയിൻ വിഷയം അതല്ല. ഞങ്ങൾ നിത്യജീവന്റെ മൊഴി തേടി വന്നതാണ്. അത് നിന്റെ മക്കൾ മാത്രമാണ്. നിന്നെ വിട്ടു പോകാൻ ഞങ്ങളോട് പറയരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാലത്തിൽ ഇങ്ങനെ ദാരിദ്ര്യങ്ങളാണ്. ഈ ശിഷ്യന്മാർക്കും ദാരിദ്ര്യമാണ്. അതുകൊണ്ടാണ് വായിക്കുന്നത്, ഈ നാഴിക വരെ ഞങ്ങൾ ബഹുവചനം എന്ന് പറഞ്ഞ് എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും സാരം ഈ നാഴിക വരെ ഞങ്ങൾ സ്ഥിരവാസം കൂടാതെയും ഉടുപ്പാനില്ല. ആദ്യമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്കൊക്കെ അങ്ങനെ ഉടുതുണിക്ക് മറുതുണിയില്ല. സ്തോത്രം. ഇന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലെന്നുള്ളതല്ല, ഉടുക്കുന്ന ഡ്രസ്സിന്റെ വില തന്നെ. ഈ കമ്പലന്മാല ഇടുന്നില്ലെന്നേ ഉള്ളൂ. അതിൽ കൊടുക്കുന്ന സാരിക്ക് 65,000 ഇങ്ങോട്ട് നോക്ക്, കുനിഞ്ഞിരിക്കാതെ. അത് പറയുമ്പോ കാര്യം പറയുമ്പോ കുനിഞ്ഞിരിക്കുക. കമ്പലന്മാല ഇടുന്നില്ലെന്നേ ഉള്ളൂ. ചിലര് കൊടുക്കുന്ന സാരി കല്യാണത്തിനൊന്നും ചെല്ലണം, എന്തോ ആർഭാടമാണ്, തൂർത്തടി. ഉണർവ് കയറി കെട്ടുന്ന മോതിരം ഉരുവോട്ട് കളഞ്ഞു. നല്ലത്. കെട്ടുന്ന വാച്ച് ആടോടെ കരങ്ങൾ വീശി വീശി. ഇതെല്ലാം കണ്ടോണ്ട് ഞാൻ ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. ഇപ്പൊ തന്നെ മുഖമൊക്കെ ചിരണ്ട വല്ലാതായി. എനിക്കൊരു നിർബന്ധമുണ്ട്. ഈ ആവർത്തനത്തിന് പുറപ്പാടി വാക്യമുണ്ട്, ന്യായവിസ്താരത്തിൽ മുഖം നോക്കരുതെന്ന്. ചെറിയവന്റെ കാര്യവും ഈ പക്ഷം പിടിച്ച് പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം പറയുമ്പോൾ തീർന്ന് പറയണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയുന്നത്, ഞാൻ ആരുടെയും ആളല്ല, ഒരു സഭയുടെ ആളല്ല, നമ്മുടെ ദൈവത്തിന്റെ ആളാണ്. ഞാനെപ്പോഴും നാട്ടിൽ പറയാം, ഞാൻ ഈ പ്രൈവറ്റ് വണ്ടിയല്ല. പ്രൈവറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ മുതലാളിയുടെ ഓട്ടം മാത്രമേ. മുതലാളി പറയുന്നിടത്ത് പോവാം, മുതലാളിയെ കൊണ്ട് പോവാം, പിന്നെ അത്യാവശ്യം മുതലാളിയുടെ പരിപാടി കൊണ്ടുവരും, പിന്നെ മുതലാളി പറയുന്നവരെ മാത്രം വണ്ടിയെ
കേട്ട് മുതലാളി പറഞ്ഞിട്ട് നിർത്തണം, മുതലാളി പറഞ്ഞിടത്ത് പോകണം, മുതലാളിയുടെ വീട്ടിൽ കൊണ്ടിടണം. പ്രൈവറ്റ് വണ്ടി അങ്ങനെ, നമ്മൾ പ്രൈവറ്റ് അല്ല, ടാക്സിയാണ്. ചാണ്ടി കണക്ക് ആര് വിളിച്ചാലും ഉടനെ പോകും. സ്തോത്രം. ഈ യോഗം കഴിഞ്ഞ് ഇനി അപ്പുറത്തുകാർ വിളിച്ചാലും പോയി പ്രസംഗിക്കും. ആര് വിളിച്ചാലും പോകും. അതിന്റെ കാരണം ഏൽപ്പിച്ച കാര്യം പറയും. പിന്നെ കാശിയുടെ കാര്യം അറിയാലോ, ഓടിക്കഴിയുമ്പം ചില അതങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഈ ആരുടെയും സ്വന്തമല്ലെന്നായി പറഞ്ഞത്. ന്യായവിസ്താരത്തിൽ മുഖം നോക്കരുത്. ഇവിടെ പോകും, ഞാൻ ഇവിടെ വന്നിരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം, യേശുക്രിസ്തു വന്നവർക്കെല്ലാം വിടുതല കൊടുത്തു. ഭൗതികമായി വലിയ മെച്ചം ശിഷ്യന്മാർക്കുമില്ല. നമ്മുടെ വിഷയത്തിൽ വരാം. അതുകൊണ്ട് 6ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് ഭൗതികമായിട്ട് മെച്ചമില്ല. അപ്പൊ യോഹന്നാന് ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിച്ച കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാം. കാച്ചെണ്ണ മേടിക്കാൻ കാശില്ല, കടം കൊടുക്കാൻ പോലും കാശില്ല, പിന്നെ ആ കാച്ചെണ്ണയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ഞെരുക്കങ്ങളാ. അപ്പൊ ഈ ദൈവ കുഞ്ഞുങ്ങളുടെ ചില നല്ല ആഗ്രഹത്തെ ദൈവം നിറവേറ്റും. എല്ലാവർക്കും അല്ലെങ്കിലും ചില നല്ല ആഗ്രഹങ്ങളെ. അപ്പൊ എന്റെ ഭാഷ പറഞ്ഞ ഒരല്പ കാച്ചെണ്ണയ്ക്ക യോഹന്നാൻ ആശിച്ചത്. പക്ഷെ അല്പം വെയിറ്റ് ചെയ്ത് താമസിച്ചെങ്കിലും ദൈവം കൊടുത്തപ്പം ഒരു ചെമ്പ് നിറച്ച് കാച്ചിട്ടിരിക്കുക. ഈ സബ്ജക്റ്റ് വേറെ ആണെങ്കിലും ആ വാക്യം ഞാനിപ്പോ ഒന്ന് കടമെടുക്കുക. വേറെ വിഷയമാണ് എങ്ങനെ പണം ഇങ്ങോട്ടൊന്ന് കടമെടുക്കുക. ചോദിക്കുന്നതിലും ഒരല്പ കാച്ചെണ്ണയാ പ്രതീക്ഷിച്ചത്, കൊടുത്തപ്പോ ഒരു ചെമ്പ് നിറച്ച് കാച്ചി ഇട്ടിരിക്കുക. എന്നാലും കൊള്ളാം, യോഹന്നാൻ എണ്ണത്തോണിക്കകത്ത് മുങ്ങി പൊങ്ങി വന്നത് പോലെ നല്ല മൂച്ചിട്ട് വെളിയിലോട്ട്. അപ്പം പടയാളികൾക്കും അന്നത്തെ അധികാരികൾക്ക് മനസ്സിലായി, തീക്കകത്തൊന്നും വെന്ത് പോകുന്ന എനവല്ലിത്. ദൈവകുഞ്ഞുങ്ങൾ തീക്കകത്ത് വെന്ത് പോകത്തില്ല. സ്തോത്രം. അവിടെ ഇവിടെ ഒരാളെ കത്തിച്ചെന്നോർത്ത് ഈ മാർഗം നശിക്കത്തില്ല. ഇത് തീക്കകത്ത് ഗുരുത്ത മാർഗമാണ്. അപ്പോൾ ഇവര് ചട്ടം കെട്ടി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നാട് കിടത്തണം. അതിന് ഒരു പടക് കൊണ്ടുവന്ന് പടകിനകത്ത് യോഹന്നാനെ ഒരു പായ്ക്കപ്പൽ എന്നാ, ചെറിയ പായ്ക്കപ്പൽ യോഹന്നാനെ പിടിച്ച് കാലും കൈയുമെല്ലാം കെട്ടി ഈ ഗവൺമെന്റ് പിന്നെ ഗേറ്റ് എല്ലാം കൂടെ അടച്ച്, വാതില് അടച്ച് ഈ പായ്ക്കപ്പല് കടൽ തീരത്ത് കൊണ്ടുവന്ന് യോഹന്നാൻ അപ്പോസ്തലനെ അതിനകത്ത് പിടിച്ച് കെട്ടി കിടത്തി. ഈ പടയാളികൾ ഒന്നു ചേർന്ന് ശക്തിയോടെ വഞ്ചി വെള്ളത്തിലേക്ക് അങ്ങ് തള്ളിവിട്ടു. തള്ളി അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പടയാളി ഈ വഞ്ചിയുടെ പള്ളയൊരു കുത്തുകുത്തി. അത് സുശരം വീണ് ഊട്ട വീണ് വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പൊ ഇവരുടെ ചിന്ത, ഈ സുശരത്തിനകത്തൂടെ വെള്ളം വള്ളത്തിനകത്ത് കയറി ഉപദേശി വെള്ളം കുടിച്ച് ആ ഉദ്ദേശത്തോട്ടാണ് വിട്ടത്. പക്ഷെ യോഹന്നാന് വള്ളവും വെള്ളവും ഒന്നും വിഷയമല്ല. കാരണം അവൻ വെള്ളത്തിന്റെ മീതെ നടന്നു വന്നവനെ അതാണ് ആരാധിക്കുന്നത്. പണ്ടിവര് കണ്ടതല്ലയോ, 4-ാം യാമത്തിൽ കടലിന്റെ മീതെ എടുക്കുവാനുള്ള ആജയുണ്ട്. നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ. അപ്പൊ 4-ാം യാമത്തിൽ നടന്നു വന്നവനെ സ്വീകരിക്കുന്നവനാണ്. എന്തായാലും ചരിത്രം പറഞ്ഞത്, കാറ്റ് ദിശ മാറി അടിച്ച് ഈ പടക് പത്മോസ് കൊണ്ട് കയറ്റി. അങ്ങനെ യോഹന്നാൻ പത്മോസ് ചെന്നതാ. ഇനി ഓടിച്ചു പോകാം. എന്തായാലും കൊള്ള പത്മോസിൽ യോഹന്നാൻ എത്തി. 10-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ കർത്തു ദിവസത്തിൽ ഞാൻ വിവശനായി. ഇപ്പം മിക്കടത്തും ആവശ്യതയാ. യോഹന്നാൻ ഉണ്ടായത് വിവശതയാ. രണ്ടും രണ്ടാ. ആവശ്യത വേറെ. ഇപ്പൊ ചില കണ്ടില്ല, നിലയ്ക്കുന്നതിനെല്ലാം തള്ളി താഴെ ഇടുക. ഒരു താടിക്കാരൻ നാളെ 2 കാണിച്ചു, മൊബൈലിനകത്ത് കാണിച്ച ഒരു താടിക്കാരൻ ഇവിടെ ഉള്ളതാണോ, അവന്റെ വെമ്പളയാന്ന് വന്നൊരുത്തി അടുത്തുമ്പോൾ തലേ തുണി ഇടുന്നില്ല. പിന്നെ ഞാൻ ആശ്വസിക്കുന്ന ദേഹത്തെങ്കിലും ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടെ ആശ്വാസമുണ്ട്. അതുമില്ലാത്തതൊക്കെ ഉണ്ട്. അവിടെ അടുത്ത് കൊണ്ട് പടിച്ചിരിക്കുന്ന ഷാൾ വിട്ടിട്ട് തലയിലൊന്നും ഇട്ടിട്ടില്ല. അവൻ ഒരു താടിക്കാരന്. അവന് പറയാൻ അവള് വിടവ് പോലും കൊടുക്കില്ല. അവള് കയറി കുത്തുക. അവൻ പിന്നെ ഇങ്ങനെ ആനക്കാരനെ പോലെ പറയാൻ. നിങ്ങൾ ഈ ആനക്കാരനെ കണ്ടിട്ടില്ല? ആന ഇങ്ങനെ നടക്കും. കരിമ്പ് കൊണ്ടുപോവാ, പനപ്പട്ട കൊണ്ടുപോവാ, ഓലവടൽ കൊണ്ടുപോവാ, ആന ഇങ്ങനെ നടക്കും. അവൻ അതിൻ്റെ കയ്യിലൊരു കത്താള് കൊണ്ട് മുറിച്ച് ഈ ഒരുമാതിരിപ്പെട്ടതല്ല ആനക്കാരനാണ്. അവള് കയറി സംസാരിക്കുക. അവന് വിടവ് കൊടുക്കുകയില്ല. അപ്പൊ എന്നെ ഒരാൾ കാണിച്ചു, ചുമ്മാ ഇങ്ങനെ തള്ളി താഴെ ഇടുക. 10-60 കിലോ ഉള്ള പെണ്ണുങ്ങൾ 10 വീണാൽ ദേഹതന്നെ ഉണ്ടാക്കാതിരിക്കുമോ?
ഒരു ഒന്നിന്റെ മണ്ടയിലോട്ട് ആ വിവശതയാണ് പറയുന്നത്. വിവശത നേരെ എല്ലാം പെട്ടെന്ന് പുറത്തുനിന്ന് താഴെ വീഴും. ഓരോന്നൊക്കെ മലന്നാ വീടുന്നത്. ചെറിയ പിശുങ്കിടികളുണ്ട്, മലന്ന് വീഴുമ്പോൾ താഴെ കൊണ്ട് അവസാനം ഇത് വിവശതയല്ലത് അവശതയാണ്. ഒത്തോന്ന് വീണ് അവശതപ്പെടാതിരിക്കുമോ? അവസാനം എഴുന്നേറ്റ് ആ പോക്കൊക്കെ ഒന്ന് കാണും. അപ്പം മൊത്തോന്ന് വീണപ്പം വെറുതെ പറഞ്ഞ് അനക്കണ്ട, വിവശതയാണ്. അവിടെ കിടക്കണം. കുറച്ച് കഴിഞ്ഞ് കണ്ണു നടിച്ചപ്പോൾ ആരുമില്ല. അവരെല്ലാം എട്ടരയുടെ വണ്ടിക്ക് പോയി. ഇങ്ങനെ ആരുമില്ല. പിന്നെ അവിടെ മാപ്പിള അവിടെ നിൽക്കോട്ട് കിട്ടച്ച് പോകാനുമുണ്ട്. ഓട്ടോക്കാരനുമുണ്ട്. അവൻ്റെ കാശ് കൊടുക്കാറ് അവരുടെ വീട് അടിച്ചോണ്ട് കയറിയത്. അവന് മാറി എനിക്ക് കാശില്ല. പിന്നെ പൊക്കിയെടുത്തോണ്ട് ആ ഓട്ടോയിലൊക്കെ കൊണ്ടങ്ങ് ഇടുക. ഈ ഉരുണ്ട് വീണപ്പം കൈ വന്നിടവൻ. നടന്ന സംഭവമാണ്, ഞാൻ വേഗത്തിൽ ഇപ്പം പറയുന്നില്ല. കൈ അങ്ങിടവൻ കൊണ്ടാടുന്ന മുടി അഴിഞ്ഞു പോയി. കൈ മുടിയെടുത്ത് കെട്ടാന്നില്ല. പിന്നെ അവള് ഒരു കൈക്ക് അടിഞ്ഞു പോയ മുടിയൊന്ന് പണ്ട് ഉമാകരണത്തിൽ എടുത്താൽ പറഞ്ഞു, ഉടൻ മഹാദേവി ഇടത്ത് കയ്യാൽ അടിഞ്ഞവാർ പൂങ്കുടലൊന്ന് ഒതുക്കി തൊലിച്ച കൺകൊണ്ടൊരു നോക്കി വാർഷസ്ഥനാകും പതിയോടൊരു ചൂമകൻ പരിക്കേറ്റ് മരിക്കില്ലെന്ന് മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലേ രാമൻ യവൻ ശക്തവനാണ് പോലും വിദ്യാർപ്പണം മാത്രം അറിഞ്ഞെന്ന് കൊണ്ട് പറഞ്ഞതുപോലെ ആ ഒരു കൈ കൊണ്ട് കൊടുക്കിട്ട് കെട്ടി അവസാനം ഓട്ടോയിലോട്ട് കണ്ടങ്ങ് വീഴുക. അവശതയല്ല, വിവശതയല്ല, അവശത. പൊത്തോന്ന് വീണതാണ്. എന്നെ ഭർത്താവ് പറഞ്ഞു, പോകാം മോളെ. ഷാള് കൊണ്ട് വീണെടുത്താണ് ഷാൾ എടുക്കുക. ഉടനെ അവന് ആനക്കാരനാണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ പുറകോട്ട് പോയ അവിടെ തപ്പിയപ്പോൾ അപ്പൊ ഇതുപോലെ 3-4 ആണുങ്ങൾ തപ്പി നിൽക്കുക. കിടക്കി അവൻ്റെ തരത്തോണ്ട് അങ്ങോട്ട് നീങ്ങി ഇരിക്കും പോകാം. പൊത്തോന്ന് വീണപ്പോൾ അതും തെറിച്ചു. ഇവന്റെ ഗതികേട. അവസാനം പോകാൻ തന്നെ നമ്മളേക്ക് അമ്മമ്മ നാളെ വരുമോ? ഫോൺ ചെയ്യാന്ന്. പിന്നെ ഇപ്പം ഒട്ടും വയ്യത് കൊണ്ടാണ്. ഇന്ന് പലയിടങ്ങളിൽ നടക്കുന്നത് വിവശതയല്ല, അവശതയാണ്. എന്നാൽ യോഗന്നാണ് ഉണ്ടായത് വിവശത അല്ല. 10 ദിവസത്തെ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് അയക്കുക എന്ന് ഒരു മഹാനാദം എന്റെ പിൻപിൽ പിറകിൽ കേട്ടതാണ്. അപ്പോൾ ആത്മാവിന്റെ വിവശത ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ ഇന്ന് കാണിക്കുന്നതല്ല. ആത്മവിവശത അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നുകൊണ്ട് അത് നമുക്ക് തടയാനൊക്കത്തില്ല. പക്ഷെ ഇന്നീ കാണിക്കുന്ന കോലാഹലമല്ല. ആത്മാവിന്റെ വിവശത വന്നാൽ ഓർക്കും, കാണും, അറിയും, സുബോധമുണ്ട്, മനസ്സിലാകും, മറക്കത്തില്ല, പരിജ്ഞാനമുണ്ട്. ആത്മവിവശത. ഇന്നോ ഒന്നും അറിയാമോ? ഇവിടെ ആത്മവിവശത വന്നപ്പോൾ യോഹന്നാൻ പറയാ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭ എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന് കാഹളത്തിനൊത്ത എന്റെ പിറകിൽ ഒരു ശബ്ദം, ഒരു നാദം കേട്ട നാദം. അടുത്ത വാക്യത്തിൽ എടുത്തത് എന്നോട് സംസാരിച്ച നാദം എന്നത് കാണാൻ നാദം കേൾക്കുക. പക്ഷെ യോഹന്നാൻ കേൾക്കാനല്ല തിരിഞ്ഞു, പിന്നെയോ കാണാൻ തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ നാദത്തിന്റെ ശബ്ദം കാണാൻ പറ്റുന്ന നാദമാണ്. ആ നാദം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു എന്ന ശബ്ദം. ആദ്യ ശബ്ദം ഏതാ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു ശബ്ദമുണ്ടല്ലോ ഉൽപ്പത്തിയില്. 5 ദിവസം കൊണ്ട് സകല ഭോജന കേജന ആ പക്ഷികൾ കൂട്ടമായി പറക്കട്ടെ. അവൻ അത് ആ വന്യ ജന്തുക്കൾ ഉണ്ടാകട്ടെ. അതത് തരം സസ്യങ്ങൾ വിത്തുള്ള ഇനങ്ങൾ മുളക്കട്ടെ. ആ ശബ്ദം, അതാണ് ആദ്യ ശബ്ദം. ഹൈന്ദവ സ്നേഹിതന്മാര് പറയും ഓംകാരം എന്നൊക്കെ പറയും. പണ്ട് ഞാനും ചൊല്ലിട്ടുള്ളതാ, ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു. ഹൈന്ദവ പശ്ചാത്തലത്തിൽ വന്നാരിലുണ്ടോ? വന്ന പിന്നെ ആരാ ചൊല്ലി? പണ്ട് നാമജപ അല്ലേ, നാമജപിക്കുന്നതല്ലേ? പണ്ട് ചൊല്ലിട്ടുള്ളതാണ്. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനയങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പര
പുറകിൽ പിടിച്ച് ദോഷം ഒപ്പിക്കരുത്. ഈ ഗുണം പിടിക്കാത്ത കുറെ അവന്മാർ അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മമാർ ഇത് ഇത്രയും ഭാഗം കിട്ടിയിട്ട് അയാളിപ്പം മസ്കറ്റിലേക്ക് ചുമിച്ചാട്ടല്ല പറഞ്ഞത് നാമിക്കില്ലേ യാതൊരു ഗുണം വരാത്ത കുറെ അവന്മാരുണ്ട്. യവന്മാരെന്ന് വെച്ചാൽ യവന്മാര് പെമ്പളെ ജോലിക്ക് വിട്ടാൽ പോവുകയല്ല. ഇപ്പൊ കൊച്ചിന് ബിസ്ക്കറ്റ് പാലൊക്കെ കൊടുത്ത് അവരിങ്ങനെ തട്ടിരിക്കുക. അവള് കിടന്നങ്ങ് കന്ന് പണിയും പോലെ പകരമില്ലാതെ അത് വേണേ അവനൊന്ന് കേട്ടോട്ടെ വിട്ടുകൊടുത്ത്. അപ്പൊ ഇത് ആദ്യ ശബ്ദം, ഓംകാരം, ആദിനാദം, ആദ്യ ശബ്ദം. അപ്പൊ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ, നാദം കേൾക്കുക അറിയേണ്ടത്. നാദം കേൾക്കാനാതിരിക്കേണ്ട. പക്ഷെ യോഹന്നാൻ കേൾക്കാനല്ല തിരിഞ്ഞത്, കാണാൻ തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ നാദം കാണാൻ പറ്റുന്ന നാദമാണ്. അത് മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന നാദം, ആദിനാദം, ആദ്യ ശബ്ദം, ആദ്യ ആ മുഴക്കം, അത് കർത്താവാകുന്ന ക്രിസ്തു. ആ നാദത്തിന്റെ വിശേഷത കാണാൻ പറ്റുന്ന നാദമാണ്. കാണാൻ കൊള്ളാവുന്ന നാദം ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. എന്താ നാദത്തിന്റെ ആദിന വിശേഷതകൾ താഴോട്ട് വായിച്ചേ. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജാലിക്കൊത്തതും, കാൽ ചുട്ടുപഴിപ്പിച്ച വെള്ളത്തിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ തിരിഞ്ഞപ്പോൾ കേട്ട ശബ്ദം, ഈ നാദം, ഈ രൂപം ഇതാ എന്ന് പറഞ്ഞാൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. സ്തോത്രം. ഞാൻ പറയാനുണ്ട്, കാണാൻ കൊള്ളാവുന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി പലരെയും കണ്ടാൽ നമുക്ക് അഞ്ചാമന് വന്നി അത്തുപോകും, പേടിപ്പിക്കും. ആ നോട്ടോ ഇരിപ്പ് കണ്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കാണാൻ കൊള്ളാം, നോക്കിയാൽ കണ്ണു പറിക്കാൻ. അതുപോലെ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമാണ് ക്രിസ്തു. സ്തോത്രം. സുലേഖാന്റെ ഭാഷ പറഞ്ഞ എന്റെ പ്രിയനോ വെണ്മയും ചുവപ്പുള്ള 10,000 സേട്ടർ. ഇതുപോലെ യോഗ്യനായ സേട്ടനായ ഒരുവൻ ഉലകത്തിലില്ല. ക്രൈസ്തലോട് 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഇതുപോലെ സൗന്ദര്യമുള്ള ഒരുത്തൻ ഉലകത്തിലുണ്ടായിട്ടില്ല. ശൗമേന സാറ് പണ്ട് പാടിയിരിക്കുക, ഉന്നത ദൈവാനന്ദനുലകിൽ വന്ദിതകന്യാജാതനായി ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. ഇത്ര മകാനായ ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായ ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ. അപ്പൊ ഇതുപോലെ സേട്ടനാകുന്ന യോഗ്യനായ ഒരുവനില്ല. അപ്പൊ തന്നോട് സംസാരിച്ച നാദമെന്ന് കാണുവാൻ യോഹന്നാൻ തിരിഞ്ഞപ്പോൾ കണ്ട ആ നാദ സ്വരൂപമാണ് ഇവിടെ വായിച്ചു കേൾക്കുന്നത്. യേശു ക്രിസ്തുവാകുന്ന സ്വരൂപം, സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം. എല്ലാം വെളുത്ത് പഞ്ഞുപോലെ എന്ന് പറഞ്ഞ ഒരു മുതുക്കം വന്നിരിക്കുന്ന നല്ല അതിന്റെ അർത്ഥം. ചില അങ്ങനെ ഇരിക്കുമ്പോൾ ആരും ഒരുവക്കേട് പിടിച്ചൊരു മുതുക്കം വന്നിരിപ്പുണ്ട്. മുതുക്കനെന്നല്ല, അവൻ നിത്യനാണ്. അവന്റെ പൂർവാസ്തിത്വം, നിത്യാസ്തിത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് മുളച്ചു കളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. ക്രിസ്തു നിത്യനായ ദൈവം. 1000 വർഷമോ 50,000 വർഷമോ 10,000 വർഷമോ 100 വർഷം പഴക്കമല്ല ക്രിസ്തുവനവൻ. അവൻ അനാദിയായി ശാശ്വതമായി ഉള്ളവനാ. അവൻ കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്ന പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പ് നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു നിത്യനായ ദൈവം, സർവജ്ഞനായ ദൈവം, സർവശക്തനായ ദൈവം. യേശു ക്രിസ്തു ഏക ദൈവം. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. ഏക ദൈവം, സാക്ഷാൽ ദൈവം, സത്യ ദൈവം യേശു ക്രിസ്തു മാത്രം. സ്തോത്രം. പഴയ നിയമത്തിൽ വായിക്കുന്നത് വീരനാം ദൈവം എന്ന വീരനാം ദൈവം 9:6 യെശയ്യാവ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു,
ദൈവമല്ലെന്ന് വാദിക്കുന്ന ചില ആൾക്കാരുണ്ട്. സ്തോത്രം. അവരോട് പറയുക യേശുക്രിസ്തു വീരനാം ദൈവം. പുതിയ നിയമത്തിൽ വരുമ്പോൾ കൊടുത്തിരിക്കുന്ന പദം മഹാദൈവം എന്നാണ്. തീത്തോസ് 2:11 മുതൽ വായിച്ചേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. അവൾ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് വീരനാം ദൈവം. പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന പദം മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം മഹാദൈവവും വീരനാം ദൈവമായ യേശുവിനെ ആരാധിക്കുന്നതാണ്. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വന്നതാണ്. അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇതിനപ്പുറം ഒരു ഭാഗ്യവും ഇല്ലെന്നുള്ളതാണ്. യേശുവിനെ ആരാധിക്കുവാൻ, യേശു ക്രിസ്തുവിനെ സേവിക്കുവാൻ, യേശു ക്രിസ്തുവിനെ മഹത്വം കരയേറ്റുവാൻ, ക്രിസ്തുവേശുവിനെ ഉള്ളത്തിലേക്കെടുക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ പൈതലായി തീരുവാൻ ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. അവൾ തിരിഞ്ഞപ്പോൾ കണ്ടത് മഹത്വപൂർണനായ ക്രിസ്തു. അതാണ് 1-ാം അധ്യായത്തിലെ വിഷയം. ഇനി 1-ാം അധ്യായത്തിൽ ആ യേശു ക്രിസ്തു പഠിക്കുന്നത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. അങ്ങനെ 7 നിലവിളക്കുകളുടെ നടുവിൽ. അങ്ങനെയല്ലയോ? വായിച്ചേപ്പോ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു അല്ലെന്ന് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവർ അരുളി ചെയ്തത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. അപ്പോൾ നിലവിളക്കിന്റെ നടുവിലാ ക്രിസ്തു. നിലവിളക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? അവിടെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് നിലവിളക്ക് എന്നതാണ്. ഒടുവിലത്തെ വാക്യം 7 നിലവിളക്ക് 7 സഭ. അപ്പൊ വേറെ നമ്മൾ വ്യാഖ്യാനിക്കും. നമ്മുടെ അവിടെ തന്നെ അതിന്റെ വ്യാഖ്യാനമാണ്. ഈ വചനം കൊണ്ടല്ലേ തെളിയിക്കുന്നത്. ഈ ഗ്രീക്കും മൂലഭാഷ തപ്പി നടക്കണ്ട. വചനം കൊണ്ട് തന്നെ യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് നോക്കിയാൽ മതി. അവിടെ ശീലിച്ചു പോയി. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യം വന്നിട്ടില്ല. അപ്പൊ 7 നിലവിളക്ക് 7 സഭ, 7 നക്ഷത്രം, 7 ദൂതന്മാർ, ശുശ്രൂഷകന്മാർ. കർത്താവ് നിലവിളക്കുകളുടെ നടുവിൽ. അപ്പോൾ നിലവിളക്ക് എന്തുവാ? 7 സഭ. അപ്പൊ കർത്താവ് സഭയുടെ നടുക്ക്. അപ്പൊ കർത്താവ് സഭയുടെ നടുക്ക്, കിഴക്കല്ല. അറിയാനുള്ള കാലത്ത് പ്രാർത്ഥിക്കാൻ അവറാച്ച പ്രാർത്ഥിക്കാൻ ആട്ടെ ഉപദേശി പിടിച്ചു തിരിക്കും പോലെ. അത് അറിയായ്മയുടെ കാര്യം. കിഴക്കല്ല. കർത്താവ് കിഴക്ക് വരാന്നല്ലോ പറഞ്ഞത്. കർത്താവ് എവിടാ വരുന്നേ? നടുവില്. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. കർത്താവ് തിരുവായി പൊടിഞ്ഞ് ജീവിച്ചപ്പോ പറഞ്ഞേച്ചപ്പോൾ 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ കിഴക്ക് വരാന്നാണോ? നടുക്ക് വരാം. അമ്മയും അപ്പനും യേശു കർത്താവും കൂടെ 12 വയസ്സിൽ വലിയ പള്ളിയിൽ പോയി തിരിച്ചു പോന്നപ്പം മോനുണ്ടെന്ന് ഓർത്ത് ഇവര് പോകുന്ന അവസാനം കണ്ടില്ല. പിന്നെ തിരിഞ്ഞ് ചെന്നപ്പം കർത്താവ് ശാസ്ത്രിമാരുടെ നടുക്ക. അവിടെ കയറി നടക്കായിരുന്നു, കിഴക്കല്ല. അങ്ങനെ നിങ്ങൾ വേറെ പുസ്തകം മൊത്തം പഠിച്ചോ. കിഴക്കല്ല. വന്നത് നിന്നതല്ല. ക്രൂശിൽ കിടന്നപ്പോഴും 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവില. ക്രൂശിൽ തൂങ്ങിയപ്പോഴും ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഇടയ്ക്കാം. അപ്പൊ അത് നടക്കുന്നുണ്ട് ചിന്തിക്കാം. പിന്നെ ഉയർത്തെഴുന്നേറ്റപ്പോഴും ശിഷ്യന്മാരുടെ നടുക്ക് വന്ന് പ്രത്യക്ഷപ്പെട്ടു. മുറി അടച്ചിട്ടപ്പോഴും അതിലടച്ചിരിക്കെ മധ്യത്തിലേശു വന്നാജ്ഞ നൽകി. അതിലടച്ചിരിക്കെ മധ്യത്തിലേശു വന്നാജ്ഞ നൽകി. അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ, എന്നും ഞാൻ കൂടെയുണ്ട്. സ്വർലോകരാജൻ അറിയത്തില്ല. കേട്ടെങ്കിൽ അത്രയും കേട്ടാൽ മതി. അപ്പോൾ ഈ ചെന്നിടത്തെല്ലാം ക്രിസ്തു നടുക്ക. പുറപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്ന നടുക്ക്. 2 or 3 പേർ കൂടിയ ആരുടെയും നടുക്ക്. മുറി അടച്ചിട്ടപ്പോൾ നടുക്ക്, ദൈവാലയത്തിൽ നടുക്ക്, ക്രൂശി കണ്ടപ്പോൾ നടുക്ക്. ക്രിസ്തു എന്നതെല്ലാം നടുക്ക. അപ്പൊ കിഴക്കല്ല അവൻ അതുകൊണ്ട് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി അത് നിർത്തിക്കോണം. അറിയാത്തത് കൊണ്ടാണ്. കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന ആരോടാന്ന് ചോദിച്ചാൽ സൂര്യനോട്. വായിച്ചേ യെഹെസ്കേല് 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അറിവുള്ള വാക്യമെങ്കിലും ഉറക്കൊന്ന് വായിച്ചോ. കിഴക്കോട്ട് തിരിഞ്ഞതല്ല ഇന്ന് നടക്ക് നിന്ന് പ്രാർത്ഥിക്കണം.
യഹോവയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ ഏകദേശം 25 പുരുഷന്മാർ മുതുക യഹോവയുടെ മന്ദിരത്തിന് നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട്. അടുത്തത് അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ ആരാധിക്കുക. അപ്പൊ അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയാം, അച്ഛാ കിഴക്കോട്ട് നോക്കി ഇനി പ്രാർത്ഥിക്കരുത്, ജാഗ്രതനെ കറക്കി നിർത്തിയിരിക്കുക. സ്തോത്രം. അത് അറിയായ്മയുടെ കാലത്ത് അവൻ നമ്മുടെ നടുക്ക. ഇന്ന് രാത്രി ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. നമ്മളൊരു മഴയെ പാട്ട് പാടുകയല്ലേ, ഞാൻ ഇത്രയല്ലേ, ഞാൻ തന്നെയല്ലേ പാടും, നിങ്ങളോടൊരു പാട്ട് പാടും. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു വേഗം വാനമേക്ക് പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ മാറിടാത്തവൻ സത്യവാ മാറിടാത്ത ഓ നടുവിൽ നടക്കും രാജരാജൻ വരുന്നു വേഗം വാനമേക്ക് പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ മാറിടാത്തവൻ സത്യവാ മാറിടാത്തവൻ. ഓ നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസ്നേഹം തന്നുവല്ലോ നിത്യജീവൻ അമ്മേ സ്തോത്രയാഗം അർപ്പിക്കുന്നു ഞാൻ സ്തോത്രയാഗം പാടിടുന്നു ഞാൻ നിസ്തുലനാം യേശുവിന് നിർമ്മലനാം കീർത്തിച്ചിടുന്നു. അമ്മേ നിസ്തുലനാം യേശുവിന് നിർമ്മലനാം ഓ സ്തോത്രയാഗം അർപ്പിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രിയിലും ക്രിസ്തുവേശു നമ്മുടെ നടുവിലുണ്ട്. അത് ഓടിച്ച് മുമ്പോട്ട്. അപ്പൊ 1-ാം അധ്യായത്തിൽ 7 സഭയുടെ നടുക്ക് ക്രിസ്തു. ഇനി സഭയുടെ ചരിത്രം പഠിച്ചാൽ 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് യേശുണ്ട്. ഇനി 2-ാം അധ്യായത്തിന്റെ 1 പഠിക്കുമ്പോൾ ആദ്യത്തെ സഭയുടെ നടുക്ക് വെറുതെ നിൽക്കുകയല്ല. വായിച്ച 2-1 എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സഭയുടെ നടുക്ക് ഒരു സ്റ്റാച്ചു അല്ല ക്രിസ്തു. അവൻ നടുവിൽ കൂടെ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവം. അതുകൊണ്ട് യേശുവിനെ കൊണ്ടൊരു പ്രത്യേക മുക്കിനോ മൂലയ്ക്കോ പള്ളിയുടെ വണ്ടയ്ക്കോ അവൻ പൊതുസ്ഥലത്തോ വഴിയിലോ വക്കത്തോ കൊണ്ട് സ്റ്റാച്ചുവായിട്ട് നിർത്തരുത്. അവൻ സ്റ്റാച്ചു അല്ല, ജീവനുള്ള ദൈവമാണ്. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൂടെ നടന്നൊഴിക്കുക. അത് ആത്മക്കണ്ണ് പ്രകാശിച്ച ദൈവ കുഞ്ഞുങ്ങൾക്കറിയാം. ഇന്ന് രാത്രി ക്രിസ്തു നമ്മുടെ നടുവിൽ കൂടെ ഉലാവിക്കൊണ്ടിരിക്കുക. അപ്പോൾ യേശു ക്രിസ്തു അതിന് പറഞ്ഞത്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. ഇന്നും ജീവിക്കുന്ന ഒരുവനെയുള്ളൂ യേശു ക്രിസ്തു. ആ ക്രിസ്തുവേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൂടെ നടക്കുന്നുണ്ട്. രോഗികളാൽ ഭാരപ്പെടുന്ന ആരെയും വന്നെങ്കിൽ ഭാരപ്പെടേണ്ട, നടുവിൽ കൂടെ നടന്ന് ഇന്ന് രാത്രി അവന്റെ തൃക്കൈ തൊട്ട് നിന്നെ സൗഖ്യമാക്കും. മനോവേദനയോട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി അവൻ നടുവിൽ കൂടെ നടക്കുന്നുണ്ട്. നിന്നെ അവൻ സ്വന്തം ശരീരത്തെ തൊട്ട് നിനക്ക് മനസ്സമാധാനം നിന്നെ സ്പർശിക്കാൻ ആരുമില്ലെന്നോർത്ത് പതറരുത്. ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. അവന്റെ അത്ഭുതത്തിന്റെ കരം, അതിശയത്തിന്റെ കരം, വിടുതലിന്റെ കരം, ആഴപ്പെടുത്തുന്ന കരം, അവൻ കുഷ്ഠരോഗികളുടെ കരം, അവൻ കുരുടർക്ക് കാഴ്ച കൊടുത്ത കരം, അവൻ മരിച്ചവരെ ഉയർപ്പിച്ച കരം, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയം. അതെ, 1-ാം അധ്യായത്തിൽ സഭയുടെ നടക്കുണ്ട്. 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ സഭയുടെ നടക്ക് വെറുതെ നിൽക്കുകയല്ല, നടുവിലൂടെ നടക്കുക. ഈ 7 സഭകളും അടുക്കിടക്കായിട്ട് പറഞ്ഞാൽ പ്രസംഗിക്കേണ്ടത് അതിന് നേരെയില്ല. അതുകൊണ്ട് 6 സഭയുടെ കാര്യം ഇനി പറയുന്നില്ല. ഈ 7-ാമത്തെ സഭാവീരുടെ ലവോദിക്കാൻ വന്നപ്പോൾ യേശു നടുവിലുമില്ല, നടുവിലുമില്ല, നടക്കുന്നുമില്ല, പുറകിലുമില്ല, പുറത്തെ കമ്മിറ്റിക്കാരെ പുറത്താക്കി. അതിനൊക്കെ യേശു സഹിച്ചു, കുഴപ്പമില്ലെന്നായ ഒടുവിൽ കമ്മിറ്റി സ്ട്രോങ് ആയപ്പം ക്രിസ്തു കായ്ക്ക് തൊടിക്കുന്നില്ല ക്രിസ്തു.
നോക്കണമെങ്കിൽ ആലോചിക്കണം. ഉപവാസ പ്രാർത്ഥന വെക്കണേ. അഭിഷേകം പരാക്കാത്തനാ കമ്മിറ്റി ഇരിക്കുന്നത്. പിന്നെ തമ്പറിനടിക്കുമ്പോൾ ശക്തിപ്പെട്ടു. അത് പുറക്കാൻ പുറത്തടിച്ചാൽ ശക്തിപ്പെടുകയില്ല. ഈ ഗുണം വരാത്തവനെല്ലാം ഇതിനകത്ത് കയറി ആള് കളിക്കുക. അപ്പം യേശു പറഞ്ഞാൽ എല്ലാം ആള് കളിക്കുക. അത് യേശു വേണ്ടി. അതുകൊണ്ടാ 3:20 വായിക്കുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് നടക്കൊണ്ടാകുന്ന പുള്ളിയാ. യേശുവിനെ എല്ലാം കൂടെ അടിച്ച് വെളിയിലിറക്കി വെച്ച് അന്താഴ വിട്ട് കൂട്ടി വെച്ച് ഒരു പ്രൈസാൻ വർഷിപ്പ് ഓരോരെണ്ണം കൊണ്ടുവന്നൊരു അവിടെ ഒരു വർഷിപ്പ് ലീഡർ എന്നൊക്കെ ഇപ്പൊ പറഞ്ഞത്. അവൻ്റെ സ്വരൂപം കണ്ട വെട്ടുകൊണ്ട പുള്ളി തന്നെയാണെന്ന് നമുക്ക് തോന്നി. ആ മുഖവും അതിൻ്റെ ആ ഇരിപ്പും ഒക്കെ കണ്ട ഒരു കറുത്ത ബനിയനും, ചില വർഷിപ്പ് ലീഡർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കറുത്ത ഒരു ബനിയനും, മുഖത്തൊക്കെ പ്രാകൃതം കേട്ട രൂപം, ഇച്ചിരി മുടിയ കാലത്ത് റബ്ബർ ബാൻഡിട്ട് കെട്ടി ഇറുകി പറ്റിയൊരു ജീൻസ്, 10-12 പോക്കറ്റ് 4 മള്ളി. കാണുമ്പോൾ അറിയാം മറ്റേ പുള്ളിയുടെ കൊച്ചുമോനാ. അങ്ങനെ വർഷിപ്പ്. അപ്പൊ ഇവരെല്ലാം കൂടെ കൂടി ഭയങ്കര പ്രൈസാൻ രക്ഷിക്ക പാട്ടുമൊക്കെ പറഞ്ഞു. ഈ കാസാവലിയുള്ളവർ പാടുന്നത് പോലെ യേശു വെളിയിൽ നിന്ന് മുട്ടുക, യേശു വെളിയിൽ നിന്ന് മുട്ടുക, വാടക നിന്ന്. അപ്പൊ എന്റെ ചിന്ത, കർത്താവ് ഇങ്ങനെ വാടക നിന്ന് മുട്ടിയപ്പം ഒരു കമ്മിറ്റിക്കാരൻ അല്ലെ സെക്രട്ടറി എന്ന് പറഞ്ഞു, ബ്രദറെ വർഷിപ്പ് നടക്കാൻ ഡിസ്റ്റർബ് ചെയ്യരുത് യേശുവിനോട്. വലിച്ചടച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് വാതിക നിന്ന് മുട്ടുക. ഉടനെ ഒരാൾ എന്ന് പറഞ്ഞു, സ്വോത്രകാഴ്ചയുടെ സമയമാണ്, ഡിസ്റ്റർബ് ചെയ്യരുത്. ഈ മുട്ടുമ്പോഴെല്ലാം ഇമാർ യേശുവിനെ ആട്ടി. നമ്മളും അങ്ങനെയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം കർത്താവാകത്തിൽ നിന്ന് മാറി നിൽക്കുക. ഇന്ന് രാത്രി നിരാശപ്പെട്ടു പോകരുത്. യേശുവിനെ ഉള്ളത്തിലേറ്റെടുത്ത് ഇവിടുന്ന് പോകാം. അതിന് ഇന്ന് രാത്രി ദൈവം നമുക്ക് അവസരം തരിക. ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് യേശു ഇന്ന് രാത്രി മുട്ടുക. ആരെങ്കിലും ഹൃദയവാതിൽ തുറന്നു കൊടുത്താൽ യേശു നിന്റെ ഹൃദയത്തിനകത്തേക്ക് വരും. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, അരമൈൽ നടക്കണ്ട, ഭൗതികമായ ഒരു വസ്തു, എണ്ണ കൊടുക്കണ്ട, മെഴുകുതിരി കത്തിക്കണ്ട, ഉരുളണ്ട, നേർച്ച നേരണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട, നടന്ന് ഊപ്പാട് വരണ്ട, ചെരിപ്പിടാതെ നടക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഹൃദയം കൊടുത്താൽ മതി. നന്നായി, സ്തോത്രം. ഒന്നും കൊടുക്കണ്ട, നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കുക. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപം കഴുകി വെടിപ്പാക്കി എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി തീർക്കണമേ, എന്റെ ഉള്ളത്തിൽ വരണമെന്ന് ആര് ഇന്ന് രാത്രി യേശുവിനോട് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഇത് രക്ഷാ ദിവസമായി, ഇത് സുപ്രസാദകാലമാണ്. ദൈവം നിനക്ക് നല്ല അവസരം തരിക. അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്ക നീ ശൂലമിയാളെ. കാലത്തികവിൽ ഇന്ന് രാത്രി ദൈവം നമുക്ക് അവസരം തരിക. ഞാൻ ഓടിച്ച് അങ്ങ് നിർത്താം. ഒന്ന്, ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഹൃദയവാതിൽ തുറന്നു കിടക്ക്, യേശു അകത്തോട്ട് കയറട്ടെ. അപ്പൊ ഒന്ന്, വാതിൽക്കൽ യേശു ക്രിസ്തു നിന്ന് മുട്ടുന്നു. ഈ 2, വാതിൽക്കൽ എന്തുവാ? എടുത്തു വായിപ്പിക്കാൻ സമയം കളഞ്ഞ് മുതിരുന്നില്ല. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴോട്ടും 29-ാം വാക്യം എല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ വാതിൽക്കൽ സംഹാരദൂതൻ നിൽക്കുന്നു. ഒന്ന്, വാതിൽക്കൽ യേശു നിന്ന് മുട്ടുന്നു. ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ യേശു അകത്തോട്ട് പോകും. 2, ആ വാതിൽക്കൽ സംഹാരദൂതൻ എന്ന നിലക്ക് എന്തിനാണെന്നറിയാമോ?
ഇസ്രായേൽ ദേശത്ത് 430 വർഷം അടിമകളായി 215 വർഷം പീഡയുണ്ടായി. ഒടുവിൽ ഇവര് നിലവിളിച്ചു. ദൈവരുടെ നിലവിളി കേട്ട് കഷ്ടത കണ്ട് ഉദ്ധരിക്കുവാൻ ദൈവത്തിന് തിരുവള്ളം ഉണ്ടായി. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ അങ്ങോട്ട് കൊടുത്തു. ഈ മോശ മിസ്രയീമിൽ ചെന്ന് അപ്പൊ മോശയുടെ ദൈവം മോശയോട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ പറഞ്ഞു, കർത്താവേ, ഞാൻ മിക്കനും തടിച്ചനാവുള്ളവനാണ് പറഞ്ഞു. ഇപ്പം ഈ ചരിത്രം മോശയ്ക്ക് മിക്ക ജനിച്ചപ്പോൾ മിക്കില്ലായിരുന്നെന്നാണ്. കാരണം പ്രവർത്തകരുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 22 പഠിക്കുമ്പോൾ മോശ ഇസ്രായേലിന്റെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവർത്തിയിലും അങ്ങനെ ഒരു വാക്യമുണ്ട്. 22-ാം തോന്നുന്നത് 7-ന്റെ പ്രവർത്തി. വാക്കിലും പ്രവർത്തിക്കലും. അപ്പൊ ഈ വാക്യം വെച്ച് പറയുന്നത് ജനിച്ചപ്പം വിക്കില്ലായിരുന്നെന്നാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, പിന്നെ എന്നാ വിക്ക്? കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ശരിയാകാനും നമ്മള് പറയല്ലേ, കല്യാണം കഴിക്കണം എല്ലാവരും പിടിക്കാൻ ഭർത്താനം. കല്യാണം കഴിഞ്ഞ ഇപ്പൊ ആരോടും മറ്റന്നാളോട് പോലും ചെമ്മക്കിലായിരിക്കും. എലി അടിച്ചിട്ട് വീണ് കണ്ടിട്ടില്ലേ? എലി നമ്മള് എലിക്ക് കിഴങ്ങ് വിഷം വെക്കല്ലേ, എലി ഇങ്ങനെ ചുറ്റും പാലും കാലും ഇങ്ങനെ പറയുന്നതാണ്. ഒരുമാതിരിപ്പെട്ട വേവിയെല്ലാം എന്നെ നോക്കി പേടിപ്പിക്കുമെന്നും വേണ്ട, ഞാൻ നയിക്കാൻ. അപ്പൊ ഈ മോശയ്ക്ക് ജനിച്ചപ്പം വിക്കില്ലായിരുന്നു, കല്യാണം കഴിച്ചപ്പോൾ ഞാൻ വിൽക്കുന്ന ഒരു പഠനം. കാരണം ജനിച്ചപ്പം വാക്കിലും പ്രവർത്തിക്കലും എല്ലാം വളർച്ചയിൽ മുടുമുടുക്കനാണ്. പിന്നെ വിക്കുണ്ടാക്കാനുള്ളതിന്റെ കാര്യം, ഒരു മിസ്രൈമിനെ അപ്രായത്തിൽ വഴക്കുണ്ടാക്കി മോശ മിസ്രൈമിനെ അടിച്ചു മണ്ണിൽ കുത്തി. പിറ്റേന്ന് 2 എബ്രായ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ സമരിക്കുന്നത്. അപ്പോൾ ഒരുത്തം പറഞ്ഞു, എന്നാൽ ഇന്നലത്തെ പോലെ ആണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ മോശയ്ക്ക് പേടിയായി. മിസ്രൈമിൽ നിന്ന് ഒറ്റ ഓട്ടം ഓടിയിട്ട് മിദ്യാനിൽ ചെന്നാൽ ഉഷ പോലും ഒപ്പം വരികയാണ്. ഒന്നര ഓട്ടം ഓടി മിദ്യാനിൽ ചെന്ന് ഈ ഭാഗമൊക്കെ ചേർത്ത് പഠിക്കാൻ ചെന്ന മോച്ചിന് കല്യാണവും കഴിച്ചു. അവിടെ ഇത്രോവിനാണ് 7 പെൺപിള്ളേരാണ്. അവിടെ സോദരി സമാജം മാത്രമേ ഉള്ളൂ, പൊതുയോഗമില്ല. അങ്ങനെ സ്ഥലത്തോട്ടാണ് പുള്ളി നിന്ന് കയറിയത്. 7 പെണ്ണുങ്ങളാണ്. അപ്പോൾ അതിലെ ഇളയ മകളാണ് സിപ്പോറാണ്. അപ്പം ഈ ചെന്ന മൂച്ചിന് പുള്ളി കല്യാണം കഴിച്ചു. അതിന് കാരണം പുള്ളിക്കറിയാം 10 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ പെണ്ണ് കിട്ടാൻ സാധ്യത കുറവാണ്. ഈ സ്വഭാവവും ഓടിപ്പോക്കും ചരിത്രമൊക്കെ അറിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടൊരു പെണ്ണിനെ ചെന്ന് ഗൾഫിൽ നിന്ന് എന്നാ ഉടനെ കല്യാണം നടത്തും. കാരണം ജോലി പോയാൽ അങ്ങോട്ട് ചെല്ലുന്നത്. ഇതായുടെ കാലാവധി കഴിഞ്ഞ് ജോലി പോയി. അപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഇവനറിയാൻ ജോലിയിൽ പോയി മിക്കാറും പരുവക്കേടാണ്. അപ്പോൾ അമ്മാച്ചനെ അപ്പനോട് പറയും, പപ്പ ഞാൻ വന്ന ഉടനെ തന്നെ. അപ്പോൾ അവർ ക്രമത്തിരിച്ചു ചെന്ന് എയർപോർട്ട് വെച്ച് തന്നെ എയർപോർട്ട് വഴി തന്നെ പെണ്ണും വീട്ടിൽ പോയി കണ്ടു. അപ്പോൾ അവർ ചോദിക്കും, മോനെ എന്നും കൂടെ ഞാൻ താല്പര്യം എന്ന് വന്നു വരുന്ന മതി. അപ്പം പെണ്ണിന് വീട്ടുകാരാ പെണ്ണിന് കൂടാ അതുകൂടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചവിട്ടി നിൽക്കാൻ പോകുന്നില്ല. മനസ്സിലാക്കാം. പിന്നീട് അറിയുന്നത് നിങ്ങളുടെ ജോലി പോയാൽ പിന്നെ സഹോദരി പറയാൻ നമുക്ക് ഇനി വിഷയം വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ബിരുദന്മാരൊത്തിരിയുണ്ട്. നിങ്ങളുടെ കാര്യമല്ല എന്നെയും നോക്കി പേടിപ്പിക്കും. അപ്പൊ ഈ മോശയുടെ ചരിത്രമൊക്കെ അറിഞ്ഞാൽ പെണ്ണ് കിട്ടാൻ സാധ്യത കുറവാണ്. അതിനാ ചെന്ന മോശയുടെ കല്യാണം വന്ന് കഴിച്ചു. അപ്പൊ ഈ നാടൻ ഭാഷ പറഞ്ഞ ഭാര്യ വീട്ടിൽ തെത്തല്ലേ, എത്രയാണേലും തെറ്റ് തന്നാൽ അതിൻ്റെതായ ക്ഷീണം എന്നിട്ടുള്ളവർ ചോദിച്ചറിയാം. പിന്നെ പെണ്ണുങ്ങളില്ലയോ, അവർക്ക് അവരുടെ വീടുന്നൊരു ഉണ്ട്. പിന്നെ തെത്ത് നിന്നിട്ടുള്ളവരോട് ചോദിച്ചറിയാം, ക്ഷീണമാണ്. ഈ മോശയുടെ ഒരു പ്രകൃതി ഏത് കേസ് എടുക്കുന്നതാണ്. അപ്പൊ ഈ ബന്ധുക്ക വീട്ടിൽ ഭാര്യ വീട്ടിൽ നിൽക്കുക. അപ്പൊ അവിടെ അഭിപ്രായ വ്യത്യാസത്തിന് ഇയാൾ കയറി അഭിപ്രായം പറയാത്തില്ല. പുള്ളിക്കാൻ ഒരു സ്വഭാവമുണ്ട്. ഇത്ര അമ്മായിപ്പനാണ് വെച്ചാ എന്നപ്പോ അഭിപ്രായം പറഞ്ഞാൽ വേണം. അമ്മായിപ്പൻ പറഞ്ഞത് ഇവിടുത്തെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം, നീ പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ പുള്ളി അഭിപ്രായം പറയാത്തില്ല. ഇപ്പൊ ഭാര്യയെ അമ്മായിപ്പനെ പറയുന്നത് വേണ്ട ഇയാളുടെ ചരിത്രമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ മിണ്ടാതാക്കി പിന്നെ മിണ്ടാനുള്ളത് ആടാ, അതിനോട് മിണ്ടാനും വേണ്ട. അങ്ങനെ പുള്ളി ആ ഭാഗത്തൊക്കെ വെച്ചങ്ങ് പോയി. 10-40 കൊല്ലം വീട്ടിൽ മിണ്ടുകയല്ല. ചില വീടുകളിൽ ചില സ്ത്രീ, എല്ലാവരും അല്ല, ചില സ്ത്രീകൾ ഭർത്താവ് എന്തിലായി പറയുമ്പോൾ സുസമയം അങ്ങനെ ഉണ്ടായിരിക്കും. ഞാൻ പറയാം അങ്ങനെ ഇപ്പം അപ്പൻ എന്ത്
പണ്ടാറായി അതിങ്ങനെ ആക്കി പോയതാ. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് ഞാനെന്നാ പറയാം. എന്തായാലും മോശയ്ക്ക് വിൽക്കാം. അത് ജനിച്ചപ്പം വിൽക്കില്ലായിരുന്നെന്ന. പണ്ട് എനിക്ക് എന്നെ കേട്ടുകേൾവിയ EMS അവറുകളിനോട് ചോദിച്ചെന്നാ പറഞ്ഞത്, സാറിന് എപ്പോഴും വിൽക്കുണ്ടോ എന്ന്. പുള്ളി പറഞ്ഞില്ല, സംസാരിക്കുമ്പോഴേ ഉള്ളെന്ന് പറഞ്ഞു. ചുമ്മാ എപ്പോഴും വിൽക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മോശയ്ക്ക് വിൽക്കായിരുന്നെന്ന. എന്തായാലും ഉള്ള ഈ മോശ മുഖാന്തരം ദൈവം ഇവരെ പിടിപ്പിക്കാൻ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് മോശയോട് പറഞ്ഞു, മുൾപ്പടപ്പ് കത്തിക്കാളുന്നു, പക്ഷെ കരിഞ്ഞു പോകുന്നില്ല. ആഴ്ചകളുടെ ആഴ്ചയിൽപ്പെട്ട മോശ തമ്പുരാൻ പറഞ്ഞു, കയറി വരാൻ പറഞ്ഞു. മോശ താഴെ നിൽക്കുക, കയറി വരാൻ പറഞ്ഞു. കയറി അങ്ങോട്ട് ചെന്ന് കയറി ചെല്ലുമ്പോൾ കൊണ്ട് കാലിൽ ചെരുപ്പടിച്ച് അതിന്റെ കാരണം പറഞ്ഞു, ചെരുപ്പടിച്ച് വെച്ച് മോശം നമ്മുടെ അടിച്ചിട്ട് ഇങ്ങനെ കറക്കി നിൽക്കുക, എറിയുണ്ടോ പ്രാർത്ഥിച്ചൊന്ന് നോക്കിയാട്ടെ ഫാസ്റ്റ് കറക്കി നിൽക്കുക. കുറേ നാളായിട്ട് കറക്കി നിൽക്കുക, ചെരുപ്പടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, അറിയുക. പ്രവാചകന്മാരെല്ലാം ഉണ്ടെന്ന് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് മോശ ആ ചെരുപ്പടിച്ചോ കയറി കൊടുത്തു. എറിഞ്ഞേച്ച് അമ്പലം പറഞ്ഞ് കയറി വരാൻ പറഞ്ഞു. കയറിയൊക്കെ മേളിച്ചു. അതിനകത്ത് അടുപ്പിച്ച് കളഞ്ഞ് എന്തിനാന്ന് ചോദിച്ചാൽ പറയാം. മേളിച്ചത് കഴിഞ്ഞപ്പോ തമ്പരാൻ ചോദിച്ചു, കയ്യിൽ എന്തുവാന്ന് ചോദിച്ചു. കയ്യിൽ വടി താഴെ ഇടാൻ പറഞ്ഞു. ഇട്ടപ്പോ പാമ്പ്. ഈ പാമ്പിനെ കണ്ടപ്പോ മോശം ഓടി. എന്റെ ഭാഷ പറഞ്ഞു, ഇപ്പൊ ഓടിയിട്ട് സ്പീഡിൽ ഓടാൻ മേല. കാരണം കാല് ദൈവത്തിന് ഇവനെ നന്നായിട്ട് അറിയാം. അതിനാ നേരത്തെ ചെരുപ്പടിച്ച് കളയിപ്പച്ചത്. ഇവൻ ഓട്ടത്തിൽ മുസ്ലിമിന്റെ ഓടിയിട്ട് വിദ്യാനി വന്ന ഉഷ പോലും ഇവന്റെ ഒപ്പം ദൈവത്തിന് അറിയാം. അതിനാ നേരത്തെ ചെരുപ്പടിച്ച് ഇപ്പൊ ഓടിയിട്ട് ഓടാൻ മേല. കല്ലും കൊള്ളുക. അത് തമ്പുരാണ്. ചില രോഗം സഭയ്ക്കമാകാത്ത എന്നാന്നറിയാമോ? ദൈവത്തിന് ശക്തിയില്ലായിട്ടല്ല, സഭയ്ക്കും കിട്ടിയാ പിന്നെ നീ ഒരൊറ്റ യോഗത്തിന് വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു യോഗത്തിനോടെ പാമോളി ഇവിടെ വന്ന് മമ്മിയിരിക്കുന്നു. പൂർണ്ണമായിട്ട് വിടുതല കിട്ടിയാൽ നീ ഇങ്ങോട്ട് വരികയാണ്. ദൈവത്തിന് മോശം നന്നായിട്ട് അറിയാൻ. നേരത്തെ ചെരുപ്പടിച്ച് കളഞ്ഞു. ഓടിയിട്ട് ഓടാൻ മേല. കുഞ്ഞെ ഓടിയിട്ട് കാര്യം പാമ്പല്ലേ, പാമ്പിനെ പിടിക്കാൻ പറഞ്ഞു. നിങ്ങൾ വേറെ ദിവസം നോക്കി എവിടെ പിടിക്കാനാ പറഞ്ഞേ? വാലെ പിടിക്കാൻ പറഞ്ഞു. അപ്പം മോശ പാമ്പിന്റെ വാലെ പിടിച്ചു. വാലെ പിടിച്ചു. അപ്പം ഈ വാലിന്റെ ഭാഗം എവിടെ, തലയുടെ ഭാഗം എവിടെ? നിങ്ങൾ പറ. വാല് മേളിൽ, തലയുടെ ഭാഗം താഴെ. അങ്ങനെ പിടിക്കേണ്ടത്. ചെല്ല് പടി പിടിച്ച് നിൽക്കുന്നത് തലയുടെ ഭാഗം കണ്ടിട്ടില്ലേ? ഓ, പടിയും പിടിച്ചിരിക്കുന്ന കണ്ടിട്ടില്ല. തലയുടെ ഭാഗം പടി പിടിക്കാൻ പോലും അറിയാൻ വേണ്ടി മോശ വാഴയെ പിടിച്ച് വാലിന്റെ ഭാഗം മുകളിൽ, തലയുടെ ഭാഗം യോഗം കഴിഞ്ഞ് പറഞ്ഞു തരാം. അവിടെ ചോദിക്കുന്നത് പിന്നെ പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഏതായാലും തമ്പുരാൻ പറഞ്ഞത്, നീ അവിടെ ചെല്ലും ഫറവോനോട് പറഞ്ഞു ജനത്തെ ആരാധനയ്ക്ക് വിട്ടുതരാൻ. അപ്പൊ മോശ ചോദിച്ചാട്ടെ, ഞാനവിടെ ചെല്ലുമ്പോ ഫറവോൻ ചോദിക്കും നിന്നെ ആരാ അയച്ചെന്ന്. അപ്പൊ നീ പറയണം ദൈവം അയച്ചെന്ന്. ഏത് ദൈവം എന്ന് ചോദിച്ചാൽ പറഞ്ഞ ഞാനാകുന്നവൻ. അപ്പൊ മോശയോട് ദൈവം പറഞ്ഞു, അവിടെ ചെന്ന് ഫറവോൻ ചോദിക്കും ഏത് ദൈവമാണെന്ന് ചോദിക്കുമ്പോൾ നീ പറയുന്നത് ഞാനാകുന്നവൻ. ഈ ഞാനാകുന്നവൻ ദൈവത്തിന് പല പേരുകളുണ്ട്. പല പേരുകൾ വേദപുസ്തകം പഠിച്ചറിയാം. എന്തൊക്കെ പേരുന്നുണ്ടെന്ന് പറ. രക്ഷതായി, വലിയ കാര്യത്തിലൊക്കെ ഓർത്തിരിക്കുന്നല്ലോ. സ്തോത്രം. സകല ലോകങ്ങൾക്കും ആധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമകാരന്മാരിലാതമൻ മോസസും സർവാഗമ പൊരുളാകമൻ പരാശക്തിക്ക് ഏരെന്നോരെപ്രിയമാം നാമം. അത് എബ്രായനാമം. ഏരെന്നോരെപ്രിയമാം നാമം ഓതിയത് മൂലവസ്തുവാന്നാവൻ ഉപദേശിച്ചതല്ലോ. ഇലോകി ശബ്ദായി യു എലോകി അഠോണായി വിലോപമിന്യേ യാഗ്വേ യഹോവ യാഗെന്നല്ല മോശിയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശ്വരാൻ പ്രകക്ഷിതമെന്നേ വേണ്ടു. കൂടവിഗ്രഹനായ തെന്നനും മർദ്ദിക്കനും കൂടസ്ഥൻ നിജാശികൻ ആത്മാവെന്ന് വരണ്ടും ഗാനാനുതാരം പ്രകടീകരിച്ചിട്ടും പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ. അപ്പൊ ദൈവത്തിന് ഒത്തിരി ഒത്തിരി പേരുകൾ, വിശേഷ നാമങ്ങളാണ്. അതിലൊരു പേര് തമ്പുരാൻ പറഞ്ഞു വിട്ടു, ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് ഈ പറയും. അങ്ങനെ ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് പറയാൻ കാരണം അത് പറവോട്ട് മനസ്സിലാക്കി കൊടുത്തതാണ്. ഞാനാകുന്നവൻ
അതിൻ്റെ അർത്ഥം നിങ്ങൾ കേട്ടിട്ടുള്ളതെന്നൂടെ പറയും. ഞാനാകുന്നവൻ പറയാനുള്ള ഒരു കാരണം ഉദാഹരണം കേട്ടോ. നാട്ടിലെ രീതി വെച്ച് ഇവിടുത്തതല്ല. ഭർത്താവ് വീട്ടിൽ നിന്ന് പോയി, പാതിരാത്രിയായിട്ടും വരുന്നില്ല, ഭാര്യ ഉറക്കളച്ചിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. പണ്ട് കാലമാണ് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലത്ത് റാന്തൽ വിളക്കാൻ. അപ്പൊ തിരിതാത്ത് പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പാട്ട് പാടി പ്രാർത്ഥിപ്പിച്ച് പിള്ളേരെ ചിലപ്പോൾ കിടന്നിട്ട് അമ്മ ഉറങ്ങുകയല്ല, ചായ വരുന്ന നോക്കിയിരിക്കും. അപ്പോൾ തിരിയൊക്കെ താത്തിരിഞ്ഞിരിക്കുക. അങ്ങനെ രാത്രി പാതിരാത്രിയാകുമ്പോൾ ചിലപ്പം കടകെ വന്ന് മുട്ടും, അല്ലെ ബെല്ലടിക്കും, തീരി വെച്ച. അപ്പൊ അകത്തിരിക്കും. ആരാ? പേടിച്ചാലും ശബ്ദം കൂടും, ധൈര്യം ഉണ്ട്. ആരാ? ഉടനെ തിന്നെ നിന്ന് കുഞ്ഞുവിന് പറയാം, ഞാനാ. ഉടനെ അകത്തിന്ന് ഏത് ഞാൻ? അങ്ങനെ എങ്ങാനും നീ യോഗിച്ച കുഞ്ഞൂഞ്ഞ് ആരാന്ന് വെളുക്കുന്ന കുഞ്ഞ നീ കൂടെ 30 വർഷം താമസിച്ച കുഞ്ഞൂഞ്ഞ് തിന്നേ നിന്ന് ഞാനാന്ന് പറയുമ്പോ അകത്ത് നിന്ന് മേരിക്കുട്ടി ഏറെ ഞാനെന്ന് യോജിച്ചാൽ കുഞ്ഞൂഞ്ഞ് ആരാന്ന് വെളുക്കുന്നതിന് മുന്നേ മേരിക്കുട്ടി അറിയാം, അല്ലേ കുഞ്ഞൂഞ്ഞ് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഞാനാകുന്നെന്ന് പറയുന്ന ഒരു ആശയം. എടാ പറപോലെ സത്യദൈവത്തെ സേവിക്കുവാൻ, വേർപെട്ട് ആരാധിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ നീ ജനത്തെ തടഞ്ഞു വെച്ച് വിട്ടുതരാതെ തടഞ്ഞു വെക്കുന്നെങ്കിൽ ഞാൻ ആരാകുന്നെന്ന് നീ വെളിപ്പെടുത്താൻ പോകയാ. എന്റെ ശക്തി ഞാൻ വെളിപ്പെടുത്താൻ പോകയാ. ഞാനാകുന്നു. ഇന്ന് രാത്രി സത്യദൈവത്തെ സേവിക്കുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ വിട്ടുതരാതെ തടയിടുന്ന ദൂർശക്തികളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി ഇറങ്ങാൻ പോകയാ. ഞാനാകുന്നു. ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. അവൻ അത്ഭുതങ്ങളുടെ ദൈവം, അതിശയങ്ങളുടെ ദൈവം, അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവം. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാട്ടെ.